ഒന്നും പറയാലോ സർ. നിങ്ങളെ സച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ആളല്ലേ. അതുകൊണ്ടാണ് സാറും ഈ മീറ്റിംഗിൽ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. രാഹുൽ ഇന്ദുവുമായിട്ടുള്ള മാരേജിൽ നിന്ന് പിന്മാറിയതിനെ കുറിച്ച് സാറിനുള്ള അഭിപ്രായം എന്താ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാണ് അന്നും ഇന്നും എന്റെ അഭിപ്രായം. യെസ്, ശരിയാണ്. ഒരു പെൺകുട്ടിക്ക് പ്രതീക്ഷ നൽകിയിട്ട് അവസാനത്തെ നിമിഷം പിന്മാറുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബട്ട് രാഹുൽ എന്തുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതെന്ന് നിങ്ങൾ ആരെങ്കിലും സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ എന്തോ പറഞ്ഞതിന്റെ തെറ്റിദ്ധാരണയില് അതുവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത പെൺകുട്ടിയെ തള്ളി പറഞ്ഞതിന് നിനക്കെന്താണ് രാഹുൽ പറയാനുള്ളത്? അതും കൂടി പറയും, ഞാൻ കേൾക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് സുശീല എന്ന സ്ത്രീയെ കാണുന്നത് ഇന്ദുവിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യാമെന്ന ദിവസമാണ്. അന്നവരോട് വന്നത് അവരുടെ മകനായ സത്യനെ അങ്കിൾ ആ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന പരാതിയുമായിട്ടാണ്. രാഹുൽ, അതങ്ങനെയല്ല. സത്യനാരും തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. അവനെ അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാനാ അവൻ എൻ്റെ വീട്ടിൽ അഭയം കൊടുത്തത്. ശരിയായിരിക്കാം. ഏതായാലും എനിക്ക് ആ സ്ത്രീയെ അന്നേ ഇഷ്ടമായില്ല. പിന്നീട് അവർ എൻ്റെ വീട്ടിൽ സുധനാങ്കിളിൻ്റെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോൾ സത്യനും ഇന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്ദുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ സത്യനെയും ഇന്ദുവിനെയും തനിച്ച് കാണാനിടയായി. സ്വാഭാവികമായും ഏതൊരു ചെറുപ്പക്കാരനും സംശയം തോന്നാവുന്ന സിറ്റുവേഷൻ. പക്ഷേ ഞാനതിനെ ചോദ്യം ചെയ്തത് ഇന്ദുവിന് ഇഷ്ടമായില്ല. അവിടെ എത്തി ഗോകുല് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. സാറിന് ഇപ്പൊ എന്തു തോന്നുന്നു? രാഹുലിനെ കുറിച്ച് ഇന്ദുവിനാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെങ്കിൽ ഇന്ദു അതിനെക്കുറിച്ച് അന്വേഷിക്കില്ലേ? രാഹുലിനെ ചോദ്യം ചെയ്യില്ലേ? ബാക്കി കൂടി പറയൂ രാഹുൽ. ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളുണ്ടെങ്കിൽ ഇപ്പൊ അതിവിടെ നിങ്ങൾ തിരുത്തണം. പിന്നീട് ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഇന്ദുവിനെ മാത്രമല്ല ഗോകുലിനെ കുറിച്ചും വളരെ മോശമായിട്ടാണ് ആ സ്ത്രീ സംസാരിച്ചത്. മാഷിന്റെ മകളെ ഗോകുൽ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചതിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ ആകെ വെച്ച ഡിമാൻഡ് സത്യനെ ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമാണ്. അതുപോലും ആരും ചെവിക്കൊണ്ടില്ല. ഞാനെന്തോ ഒരു സംശയരോഗിയാണെന്ന മട്ടിലായിരുന്നു എല്ലാവരും എന്നെ കണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരു ദിവസം ഗോകുൽ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി സത്യനെയും ഇന്ദുവിനെയും ചേർത്ത് പച്ചയായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഗോകുലിനോട് പറഞ്ഞു. ഒരമ്മയും ഒരു മകനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അത്. ആ വാക്ക് എൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഗോകുൽ എന്നെ തല്ലാൻ നോക്കി. അതോടെയാണ് ഞാൻ ഇന്ദുവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയത്. ഇപ്പൊ സാർ എന്തു പറയുന്നു? രാഹുൽ ചെയ്തതാണോ തെറ്റ്? രാഹുലിനോട് ഇവര് ചെയ്തതാണോ തെറ്റ്? സ്വന്തം മകനെക്കുറിച്ച് ഒരമ്മ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ കണ്ണുമടച്ച് വിശ്വസിക്കുകയായിരുന്നു. അതിലവൻ ഇന്ദുവിനെ തെറ്റിദ്ധരിച്ചപ്പോൾ രാഹുലിന്റെ മനസ്സിലെ ആ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കാതിരുന്നത് സച്ചിയുടെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നെ സുശീലയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുലിന് അവരെ അറിയില്ല. അവനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെയും കൂടി ആവശ്യവും കടമയുമായിരുന്നു സച്ചി. ചില പാളിച്ചകൾ ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് മാഷേ. അന്നൊരാവേശത്തിൽ
ഓരോ തീരുമാനങ്ങൾ എടുത്തുപോയി. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ തെറ്റുപറ്റിയെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഇന്ദുവിനെ സത്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അങ്കിളിനെ വിളിച്ചു. അപ്പോഴേക്കും ഞാൻ ആ സ്ത്രീയെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇന്ദുവിനെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും സുശീലയുടെ മരുമകളായി അവളെ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ വാക്ക് പുച്ഛിച്ച് തള്ളുക ചെയ്തത്.